ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസേജ് മാറ്റി കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആക്കി പറയണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. So welcome back to our YouTube channel Journey with Ranaya, and welcome back to our English learning series also. Before we jump in, there is a gentle reminder from my side. This video highly focusing on English learners, especially beginners. And kindly watch this video, and if you feel this video is highly beneficial for the upliftment of your language, kindly drop comments also. That will be highly beneficial for other learners to find this channel. ഓക്കെ, സോ നൗ വി ക്യാൻ മൂവ് ടു അവർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വൊക്കാബുലറി തന്നെ അത് ഒന്ന് അഡ്വാൻസ്ഡ് ആക്കി എങ്ങനെ പറയാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാൻ ഈറ്റ്. ഓക്കെ, ക്യാൻ ഈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സംതിങ് ദാറ്റ് വി ക്യാൻ ഈറ്റ്. അപ്പോൾ എപ്പോഴും ഐ ക്യാൻ ഈറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്കൊന്ന് മാറ്റി പറയാം. ഈ ക്യാൻ ഈറ്റ് എന്നുള്ളത് മാറ്റി എഡിബിൾ എന്ന് മാറ്റി പറയുക. ഓക്കെ, ദിസ് ഫ്രൂട്ട് ഇസ് എഡിബിൾ എന്ന് മാറ്റി പറയുക. വേർഡ് എന്ന് പറയുന്നത് ക്യാൻ ഡ്രിങ്ക് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്യാൻ ഡ്രിങ്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പോർട്ടബിൾ എന്ന് പറയാം. ഓക്കെ, ദ വാട്ടർ ഇസ് പോർട്ടബിൾ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് ക്യാൻ ക്യാരി എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ ക്യാൻ ക്യാരി എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻ ക്യാരി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇൻസ്റ്റെഡ് യു ക്യാൻ യൂസ് പോർട്ടബിൾ. ഓക്കെ, പോർട്ടബിൾ. അപ്പോൾ പോർട്ടബിളും തങ്ങളിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. ഈ പോർട്ടബിൾ ക്യാൻ ക്യാരി എന്ന് പറയുന്നതിന് പകരം പോർട്ടബിൾ എന്ന് യൂസ് ചെയ്യുന്നതിൽ ഒരു ആർ അവിടെ ഉണ്ട് കേട്ടോ. താഴെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദ സ്പീക്കർ ഇസ് പോർട്ടബിൾ. സ്പീക്കർ നമുക്ക് പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. മിനി സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ആൻഡ് ദ സ്പീക്കർ ഇസ് പോർട്ടബിൾ. നമ്മുടെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് ക്യാൻ ഡു എന്നുള്ളതാണ്. ക്യാൻ ഡു എന്ന് വെച്ചിരുന്നാൽ എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സംതിങ് ദാറ്റ് ഇസ് ഡൂവബിൾ. ഓക്കെ, അപ്പോൾ ഈ ക്യാൻ ഡു എന്ന് പറയുന്നതിന് പകരം ഡൂവബിൾ എന്നാക്കി മാറ്റി പറയുക. ഓക്കെ, എപ്പോഴും ഐ ക്യാൻ ഡൂ ദിസ് അല്ലെങ്കിൽ ദ ടാസ്ക് ഐ ക്യാൻ ഡൂ ദിസ് എന്നൊക്കെ പറയുന്നതിന് പകരം ദ ടാസ്ക് ഇസ് ഡൂവബിൾ ഫോർ മീ അങ്ങനെയൊക്കെ മാറ്റി പറയുക. അപ്പോൾ ക്യാൻ ഡു എന്ന് പറയുന്നതിന് പകരം ഡൂവബിൾ എന്ന് മാറ്റി പറയുക. ഓക്കെ, ഇനി അടുത്തത് ക്യാൻ ഹിയർ എന്ന് പറയുന്നതിന് പകരം ഐ ക്യാൻ ഹിയർ ദിസ് എന്ന് പറയുന്നതിന് പകരം ഇറ്റ് ഇസ് ഓഡിബിൾ എന്ന് മാറ്റി പറയുക. ഓക്കെ, ക്യാൻ ഹിയർ എന്ന് പറയാതെ നമ്മൾ ഓഡിബിൾ എന്നാക്കി മാറ്റി പറയുക. ആം ഐ ഓഡിബിൾ ടു യു? ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ക്യാൻ ഹിയർ എന്ന് പറയുന്നതിന് പകരം ഓഡിബിൾ എന്ന് മാറ്റി പറയുക. നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് ക്യാൻ സീ എന്നുള്ളതാണ്. ക്യാൻ സീ മീൻസ് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ക്യാൻ സീ എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം വിസിബിൾ എന്ന് പറയുക. ഓക്കെ, ദ സ്റ്റാർസ് ആർ ക്ലിയർലി വിസിബിൾ ടു നൈറ്റ്. ഇത് നല്ല ഭംഗിയായിട്ട് സ്റ്റാർസിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഐ ക്യാൻ സീ ദ സ്റ്റാർസ് എന്ന് പറയുന്നതിന് പകരം യാ ഇറ്റ് ഈസ് വിസിബിൾ ഫോർ മീ എന്നൊക്കെ നമുക്ക് മാറ്റി പറയാം. അപ്പോൾ ഈ ക്യാൻ സീ എന്ന് പറയുന്നതിന് പകരം വിസിബിൾ എന്നാക്കി പറയുന്നത് ക്യാൻ ആക്സസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ക്യാൻ ആക്സസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ആക്സസ്, ക്യാൻ ആക്സസ് എന്ന് പറയുന്നതിന് പകരം ആക്സസിബിൾ, ഇത് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, ആക്സസിബിൾ എന്ന് പറയുക. ദ ബിൽഡിംഗ് ഇസ് ആക്സസിബിൾ എന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആക്കി പറയാം. എപ്പോഴും ഈ ക്യാൻ ആക്സസ് എന്ന് പറഞ്ഞ് ഒരു സിമ്പിൾ വേർഷൻ ആവാതെ ഒന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്യാൻ ആക്സസിന് പകരം ആക്സസിബിൾ എന്ന് പറയുന്നത് ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിന് പകരം കോംപ്രിഹെൻസിബിൾ എന്നാക്കി മാറ്റി പറയുക. ഓക്കെ, ദ ലെസൺ ഇസ് കോംപ്രിഹെൻസിബിൾ. അപ്പോൾ അതായത് ആ ലെസൺ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാൻ അണ്ടർസ്റ്റാൻഡിന് പകരം കോംപ്രിഹെൻസിബിൾ എന്നാക്കി മാറ്റി പറയുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് ക്യാൻ പ്രെഡിക്റ്റ്. പ്രെഡിക്റ്റ് എന്ന് വെച്ചിരുന്നാൽ എന്താണ്? നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുക എന്നുള്ളതിനെയാണ് പ്രെഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വേർഡ് ഓർത്ത് വെക്കാൻ ഈസിയാണ്. ക്യാൻ പ്രെഡിക്റ്റ് എന്ന് പറയുന്നതിന് പകരം പ്രെഡിക്റ്റബിൾ എന്നാക്കി പറയുക. ഓക്കെ, ദ എൻഡിങ് ഇസ് പ്രെഡിക്റ്റബിൾ അല്ലെങ്കിൽ ദാറ്റ് മൂവീസ് ക്ലൈമാക്സ് ഇസ് പ്രെഡിക്റ്റബിൾ എന്നൊക്കെ നമുക്ക് മാറ്റി പറയാം. ഓക്കെ, നേരത്തെ കൂട്ടി തന്നെ നമുക്ക് അറിയാം ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ക്യാൻ പ്രെഡിക്റ്റ് എന്ന് പറയുന്നതിന് പകരം പ്രിഡിക്റ്റബിൾ എന്നാക്കി മാറ്റി പറയുക. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൊക്കാബുലറി ബേസ്ഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അധികം ലെങ്ത് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ടൈം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് പോലും ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ക്രിയേറ്റ് മാജിക് ഓവർ ടൈം, എസ്പെഷ്യലി ഇൻ ദിസ് ലേണിംഗ് പ്രോസസ്സ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ വേർഡുകളെ പഠിക്കുന്നുള്ളൂ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാണ് നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ
സമയം കിട്ടുന്ന അനുസരിച്ച് വീഡിയോ കണ്ടു നോക്കുക. കണ്ടു നോക്കിയാൽ മാത്രം പോരാ, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തും കൂടെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ് കേട്ടോ. നിങ്ങളെ തന്നെ സ്വയം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എനിക്ക് പഠിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്നുള്ളത്. നെവർ ഡു ദാറ്റ്. ഓക്കെ, സോ kindly watch this video, and if you feel this video is highly beneficial, kindly share to your friends also. So again, we can meet with yet another video. Till then, bye from Ranaya.